അച്ഛനെവിടെ? അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാ വരുന്നത്. ഇവിടെ? ഏത് ഹോസ്പിറ്റല്? എനിക്ക് എന്റെ അച്ഛൻ ഉടനെ കാണണം. ധൃതി വെക്കണ്ട, നാളെ രാവിലെ പോയാൽ മതി. പോരാ, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ബഹളം വെക്കാതെ പെണ്ണെ, നിന്റെ അച്ഛൻ ഇനി വരില്ല. ഇനി നമ്മൾ രണ്ടാൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. കോടിക്കണക്കിന് വിലയുള്ള ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രമുള്ളതാണ്. നിന്റെ സൗന്ദര്യം കൊതി തീരുവോളം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. വാ. ഒന്നും എനിക്കറിയില്ലായിരുന്നു. മായയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമായിരുന്നില്ല. സാരമില്ല. അപരിചിതയായ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിൽ കവിഞ്ഞൊന്നും അനന്തൻ എന്നോട് കാണിച്ചിട്ടില്ല. ഇനി മായ ആരും പേടിക്കണ്ട. ഞാനുണ്ടാവും. മായക്കെന്നും. അനന്തനെവിടെ? അകത്തുണ്ട്. അനന്തൻ എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. അപ്പുക്കുട്ടൻ അനന്തനോടൊന്നും മിണ്ടാത്ത എന്താ? അനന്തന് ഇപ്പൊ സംസാരിക്കാനും പരിചരിക്കാനും ആളുകളുണ്ടല്ലോ. എന്ത് വിചാരിച്ചാ അങ്ങനെ പറഞ്ഞത്? അപ്പുക്കുട്ടന് അസുഖം വന്നാലും ഞാൻ തന്നെയല്ലേ പരിചരിക്കേണ്ടത്? മായ അനന്തനുമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ലിസ്റ്റിംഗ് എഴുതാ. ഇനി കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എന്തേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് മുതലാണ് നിനക്ക് മാത്രമായിട്ട് ഒരു വ്യക്തിപരമായ കാര്യം ഉണ്ടാകാൻ തുടങ്ങിയത്? ഇന്ന് മുതലെന്ന് കരുതിക്കോ. എടാ, ഒരു സുപ്രഭാതത്തിൽ കുറച്ച് കാശുണ്ടായെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കില്ലേ? ഒക്കെ ദൈവം തന്നത്, അത് മറക്കണ്ട. എന്ത് ദൈവം? ഞാനും കൂടി കഷ്ടപ്പെട്ടത് തന്നെയാ. പിന്നൊരു കാര്യം, എന്നെ ഒഴിവാക്കിയിട്ടെല്ലാം സ്വന്തമാക്കാം എന്ന് കരുതണ്ട. അങ്ങനെ ഇവിടെ ആരും കരുതിയിട്ടുമില്ല. ഒന്ന് നിർത്തൂ. ഇത്ര വേഗം നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ എന്താണ് കാരണം? ഞാനാണ് കാരണമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്ക് വേണ്ടി ആരും എങ്ങോട്ടും പോണ്ട. അഞ്ചു മണിയായി. 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി 2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-72 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ചുമ്പാ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ, എന്റെ മോളായത്. മോൾക്ക് എത്ര വയസ്സായി? 14. ഓയ്, എന്തായാലും ഈ കുരുന്നു പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. 1 or 2 പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്. 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രൂപ 40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ പറയുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ 2 പേരക്കുട്ടികളുണ്ടായിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളാരത് എങ്ങനെയൊക്കെ വേണം. രൂപ 40,000 എന്നെ നഷ്ടമായത്. അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ അല്ലേ? എന്റെ 16ാമത്തെ വയസ്സില് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തില് അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ചേട്ടാ ചായ. അമ്മയെ നമുക്ക് വേറെ ആരെങ്കിലും ഡോക്ടറെ കാണിക്കാം. നല്ല പനിയുണ്ട്. ഏതായാലും 2 ദിവസത്തെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കല്ലേ. കുറവില്ലെങ്കിൽ നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം. പുത്തൻപാറക്കാരനെ തോൽപ്പിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. അത് ശരിയാ.
ഇവിടെ നിന്ന് കയറി വന്ന 2 പീറ പിള്ളേർ ഇവിടെ കിടന്ന് ചെത്തുന്നു. അവരുടെ മാസ്റ്റർ ബ്രെയിൻ അപുരുഷത്വൻ പിള്ളയാണ്. അയാളെ വകവരുത്താൻ CK വിചാരിച്ചാൽ നടക്കും. അവന്മാരെ ഞാൻ പിടിച്ചോണ്ടുവരാം. CK അറിയാതെ ഒരു ബിസിനസ് ഇവിടെ നടന്നിരുന്നില്ല. ഇപ്പോൾ CK അറിയാതാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. CKക്ക് ആവശ്യമുള്ളത് ഞാൻ തരുന്നില്ലേ? ഉവ് ചിക്കൻ തരുന്നുണ്ട്, റമ്മ് തരുന്നുണ്ട്. പിന്നെന്താ? നഗരത്തിൽ വിൽക്കാതിരിക്കുന്ന ഭൂമി മുഴുവനും നമുക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി CK തന്നെ ഇറങ്ങണം. CK ആരാണെന്ന് അവന്മാരെന്നറിയട്ടെ.